മുൻ മുഖ്യമന്ത്രി ശ്രീ വി.എസ്. അച്യുതാനന്ദൻ അന്തരിച്ചു. ഒരു മാസമായി SCT ആശുപത്രിയിൽ ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ഇന്ന് ഉച്ചതിരിഞ്ഞ് 4 മണിക്കായിരുന്നു അന്ത്യം. വി.എസ്. അച്യുതാനന്ദന് 101 വയസ്സായിരുന്നു. 5 മണിയോടുകൂടി പൊതുദർശനത്തിന് വയ്ക്കും. ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകും. നാളെ രാവിലെ 9 മണിക്ക് ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് ആലപ്പുഴയിലുള്ള വീട്ടിലേക്ക് കൊണ്ടുപോകും. മറ്റന്നാൾ പാർട്ടി ഓഫീസിൽ പൊതുദർശനത്തിന് ശേഷം ആലപ്പുഴയിലെ വലിയ ചുടുകാട്ടിൽ സംസ്കാരം നടക്കും. വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർധനവിലും പെർമിറ്റ് പുതുക്കുന്നതിലും അനുകൂല തീരുമാനമുണ്ടാകാത്തതിനെ തുടർന്ന് നാളെ മുതൽ പ്രൈവറ്റ് ബസ് അനിശ്ചിതകാല പണിമുടക്ക്. സംയുക്ത സമരസമിതിയാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം ബസ് ഉടമകളുമായി ചർച്ച നടത്തിയെങ്കിലും ധാരണയിലെത്തിയിരുന്നില്ല. ചർച്ചയ്ക്ക് പിന്നാലെ ബസ് ഓപ്പറേറ്റേഴ്സ് ഫോറം പണിമുടക്കിൽ നിന്നും പിന്മാറിയിരുന്നു. എന്നാൽ മറ്റ് സംഘടനകൾ പണിമുടക്കുമായി മുന്നോട്ടു പോകാൻ തീരുമാനിക്കുകയായിരുന്നു. നിമിഷപ്രിയയുടെ മോചനത്തിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ ഇടനിലക്കാരൻ സാമുൽ ജെറോമിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് യമനിൽ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹ്ദി. സാമുൽ ജെറോം മധ്യസ്ഥത എന്ന പേരിൽ പണം കവർന്നെന്നും നിമിഷപ്രിയയുടെ മോചന വിഷയത്തിൽ സാമുൽ ജെറോം തങ്ങളുമായി ബന്ധപ്പെട്ടിട്ടില്ലെന്നും അബ്ദുൽ ഫത്താഹ് മഹ്ദി ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി. തൃശൂർ പുതുക്കാട് മേഫെയർ ബാറിൽ ടച്ചിങ്സ് നൽകാത്തതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ ജീവനക്കാരനായ എരുമപ്പെട്ടി നെല്ലുവായ് സ്വദേശി 61 വയസ്സുള്ള ഹേമചന്ദ്രനെ കുത്തിക്കൊലപ്പെടുത്തി. ഞായറാഴ്ച രാത്രി ഉണ്ടായ സംഭവത്തിൽ അളഗപ്പ നഗർ സ്വദേശി സിജോ ജോണിനെ പോലീസ് പിടികൂടി. ഏതാണ്ട് 8 തവണ ടച്ചിങ്സ് ചോദിച്ചതായാണ് അറിവ്. പിന്നാലെ വാക്ക് തർക്കമുണ്ടായി. ജീവനക്കാർ പുറത്തിറങ്ങിയാൽ കൊല്ലുമെന്ന് ഭീഷണി മുഴക്കിയ ശേഷം സിജോ ബാർ വിട്ട് പുറത്തേക്ക് പോയി. പിന്നീട് രാത്രി ബാർ പൂട്ടി പുറത്തേക്കിറങ്ങിയ ഹേമചന്ദ്രനെ പുറത്ത് കാത്തുനിന്ന സിജോ കത്തികൊണ്ട് കഴുത്തിൽ കുത്തുകയായിരുന്നു. കൊലപാതകത്തിന് ശേഷം സിജോ ഓടി രക്ഷപ്പെട്ടു. പോലീസ് CCTV ദൃശ്യങ്ങളും മൊഴികളുടെയും അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് സിജോ പിടിയിലായത്. ജൂലൈ 20 ഞായറാഴ്ച റഷ്യയിൽ തുടർച്ചയായി 5 ഭൂകമ്പങ്ങൾ ഉണ്ടായത് പരിഭ്രാന്തി പരത്തി. റഷ്യയുടെ കിഴക്കൻ തീരമായ കംചത്കയുടെ കിഴക്കൻ തീരത്ത് ഞായറാഴ്ച 5 വലിയ ഭൂചലനങ്ങൾ ഉണ്ടായത്. റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് രേഖപ്പെടുത്തിയത്. 10 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനമുണ്ടായത്. സുനാമി മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്.